ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു, സത്യദൈവത്തെ മറന്ന് ജനം പാപത്തിൽ ആയ സമയത്ത് ദൈവം ഏലിയ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ജനത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം അയക്കുകയാണ്. ഇൻഫാക്ട് അഗ്നി ഇറക്കി ജനത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് ദൈവം ഏലിയ പ്രവാചകനെ അയക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഏലിയ പ്രവാചകൻ ദൈവത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് കടന്നു വരുമ്പോൾ ഇവിടെ ഏലിയ പ്രവാചകന്റെ സ്ഥാനത്ത് ഒരു കുടുംബനാഥനാണ്, ഒരു കുടുംബനാഥയാണ്, ഒരു അപ്പനാണ്, ഒരു അമ്മയാണ്, ഒരു വൈദികനാണ്, ഒരു ബിഷപ്പാണ്, ഒരു സിസ്റ്ററാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ദൈവം നമുക്ക് ആരെ തന്നിരിക്കുന്നോ അവരിലേക്ക് അഗ്നി ഇറക്കാൻ. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും 3 മക്കളും ഉണ്ടെങ്കിൽ ആ മക്കളിലേക്ക് കുടുംബ പ്രാർത്ഥന സമയത്ത് അപ്പനും അമ്മയും കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അഗ്നി ഇറങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഈ മക്കള് പിറ്റേ ദിവസം കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ പറയണം, അമ്മ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് മക്കള് ചോദിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും നമ്മുടെ ശുശ്രൂഷകളിലും ഇറങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് ചുമ്മാ അല്ല പ്രിയപ്പെട്ടവരെ, വെറുതെ ഉണങ്ങി വരേണ്ട പ്രാർത്ഥനകൾ ചൊല്ലുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയിൽ മടിയുള്ളത്. ദൈവാനുഭവമുള്ള പ്രാർത്ഥനകളും അഭിഷേകമുള്ള ഒരു കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമെങ്കിൽ, അതിന് നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നവരായി മാറും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഏലിയ പ്രവാചകൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് തകർന്നു കിടന്ന ബലിപീഠം അവൻ നേരെയാക്കി. ഇസ്രായേൽ ഗോത്രത്തിന്റെ 12 കല്ലുകൾ എടുത്ത് അവൻ തകർന്നു കിടന്ന ബലിപീഠം ആദ്യം നേരെയാക്കി. എന്നെ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ അഗ്നി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങണമെങ്കിൽ തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ നമ്മൾ നേരെയാക്കണം. ദൈവം മനുഷ്യനോട് ചോദിച്ച 2 ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആദ്യം ചോദിച്ച 2 ചോദ്യം, വേർ ആർ യു ആൻഡ് വേർ ഈസ് യുവർ ബ്രദർ? നീ എവിടെയാണ്, നിന്റെ സഹോദരൻ എവിടെയാണ്? ദൈവത്തോടുള്ള നിന്റെ ബന്ധം തകർന്നതാണോ തകരാത്തതാണോ? മനുഷ്യരോടുള്ള നിന്റെ ബന്ധം തകർന്നതാണോ തകരാത്തതാണോ? തകർന്നു കിടന്ന 12 കല്ലുകൾ ഏലിയ പ്രവാചകൻ അടുക്കി വെച്ചതിന്റെ അർത്ഥം തകർന്നു കിടന്ന ബന്ധങ്ങൾ നേരെയാക്കിക്കൊണ്ടാണ് അവൻ അഗ്നി ഇറക്കാനായിട്ട് തുടക്കമിട്ടത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സമരിയാക്കാരി സ്ത്രീയോട് യേശു പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ അവൾ ദാഹത്തോടെ പറയുന്നു, എനിക്ക് ആ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് താ. യേശു പറഞ്ഞു, തരാം, ഒരു കണ്ടീഷൻ, തകർന്നു കിടക്കുന്ന നിന്റെ ബന്ധം നീ നേരെയാക്കണം. നിന്റെ തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധം നീ നേരെയാക്കണം. 5 പേരോടൊപ്പം നീ താമസിച്ചിട്ടുണ്ട് വ്യഭിചാരത്തിൽ. ഇപ്പോൾ താമസിക്കുന്നത് നിന്റെ ഭർത്താവല്ല, വേറെ ആരുടെയോ ഭർത്താവാണ്. അത് നിന്റെ ഭർത്താവല്ല. മോളെ, നിന്റെ തകർന്നു കിടക്കുന്ന ബലിപീഠം നീ പണിയണം. നിന്റെ തകർന്നു കിടക്കുന്ന കല്ലുകളെ നീ നേരെയാക്കണം. ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് അഭിഷേകം പകർന്നു തരാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവൾ കുടം അവിടെ വച്ചു എന്ന് പറഞ്ഞാൽ, കർത്താവേ, ജഡമോഹത്തിന് വേണ്ടിയുള്ള എൻ്റെ ദാഹം, ആ വെള്ളം, ആ കുടം ഞാൻ നിന്റെ പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. നീ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലെ കല്ലുകൾ ഞാൻ നേരെയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവൾക്ക് ജീവജലം നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആദ്യ നാളുകളിൽ MBBS പാസ്സായ ഉടനെ ഒരു കുഞ്ഞു ഡോക്ടറായിട്ട് ഞാൻ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തു. അന്ന് ഞാൻ ധ്യാനം കൂടിയിട്ടില്ല. ചോരത്തിളപ്പിന്റെ പ്രായമാണ്, നിങ്ങൾക്കറിയാം, വളരെ ചെറുപ്പമാണ്. ഞാൻ ഒരു ധ്യാനവും കൂടിയിട്ടില്ല. എനിക്ക് കരിസ്മാറ്റിക് ധ്യാനങ്ങളെ പുച്ഛമായിരുന്നു സത്യത്തിൽ ആ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ആശുപത്രിയിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഡോക്ടറും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹം ഒരു അൽമായ സഹോദരനാണ്, ഒരു MCOM പാസ്സായ ഒരു മനുഷ്യനാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ. അയാളും ഞാനും എൻ്റെ കൂട്ടുകാരൻ ഡോക്ടറുമായിട്ട് ഒരു കാര്യത്തിൽ തർക്കമുണ്ടായി. അയാൾ ഞങ്ങൾ ആവശ്യമില്ലാതെ നിയന്ത്രിക്കാൻ വന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒടുവിൽ തർക്കമായി. തർക്കം മൂത്തപ്പോൾ അയാൾ കസേര പൊക്കി, എൻ്റെ കൂട്ടുകാരനെ അടിക്കാനായിട്ട് അയാൾ കസേര പൊക്കി. ഞാൻ അന്നേരം അവിടെ കിടന്ന് വേറൊരു കസേര പൊക്കി, അയാളെ അടിക്കാനും കൈപൊക്കി. 2 പേരും അടിച്ചില്ല. 2 കൂട്ടരും കസേരയും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാനും ഒരു കസേര, അയാളും ഒരു കസേര. അയാൾക്ക് മനസ്സിലായി ഞങ്ങൾ 2 പേരുണ്ട്, അയാൾ ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് സംഭവം പന്തികേടാണെന്ന് മനസ്സിലായി അയാൾ കസേര താഴെ വെച്ചു, ഞാനും കസേര താഴെ വെച്ചു. അതിനുശേഷം കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ നവീകരണ ധ്യാനം, താമസിച്ചുള്ള ധ്യാനം കൂടുകയാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ നയിച്ച ആ ധ്യാനത്തിൽ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞു. കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ MCOM കാരന്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി വേണം. ഞാൻ അഗ്നിയും കൊണ്ടേ ഇവിടെ ഒന്ന് പോകത്തുള്ളൂ. ജോർജ് പനക്കലച്ചന് കൊടുത്ത അഭിഷേകം എനിക്ക് വേണം. ദൈവത്തിന്റെ വചനം എനിക്ക് അച്ഛൻ പറഞ്ഞതുപോലെ പറയണം. ഐ വോണ്ട് ദ സെയിം ഫയർ ആൻഡ് അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അച്ഛന്റെ മേലുള്ള ആത്മാവിന്റെ അഭിഷേകം എനിക്ക് വേണം. ഏലീഷ പ്രവാചകൻ ഏലിയാടെ മേലുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്ക് ചോദിച്ചതുപോലെ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് അഭിഷേകം വേണം. കർത്താവ് എനിക്കൊരു ബോധ്യം തന്നു, നിന്റെ തകർന്നു കിടക്കുന്ന ബന്ധം നീ നേരെയാക്കണം. ഹല്ലേലൂയ. ഞാൻ വാക്ക് കൊടുത്തു, ഞാൻ ആ മനുഷ്യന്റെ കാലെ പോയി പിടിക്കാം എന്ന് ഞാൻ വാക്ക് കൊടുത്തു. ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമായി. ധ്യാനം കഴിഞ്ഞു.
ഞാൻ എൻ്റെ ആശുപത്രിയിൽ മടങ്ങിച്ചെന്നു. ഡോക്ടർ ജോൺ ധ്യാനം കൂടി വന്നു എന്നുള്ളത് വലിയൊരു വാർത്തയായി. ഡോക്ടർ ഹല്ലേലൂയ പറയാൻ തുടങ്ങി, അവിടെ വലിയൊരു വാർത്തയായി. ഒരു പരിധിവരെ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ അന്ന് വൈകുന്നേരം എൻ്റെ കൂട്ടുകാരൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ അഡ്മിനിസ്ട്രേറ്ററിന്റെ കാലെ പിടിക്കാൻ പോവുകയാണ്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നിന്നെപ്പോലൊരു കുതികാല് വെട്ടിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലടാ. എടാ, അയാൾ നമ്മളെ കസേര പൊക്കി അടിക്കാൻ വന്നല്ലേ, നീ എന്നിട്ട് പോയി കാലേ വീഴാൻ പോകുന്നോടാ. എടാ നാണം കെട്ടവനെ, നീ ഒരു ഡോക്ടറാണെന്ന് ഓർക്കണം, നിന്നോട് ഇനി ഒരു കൂട്ടുമില്ല. ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂട്ട് വെട്ടിയാൽ സാരമില്ല, ഞാൻ ആ മനുഷ്യന്റെ കാലിൽ നിന്ന് പിടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഞാൻ അന്ന് വൈകുന്നേരം 7 മണിക്ക് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഹോസ്റ്റലിൽ അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്നിട്ട് ഞാൻ വാതിൽക്കൽ മുട്ടി. വാതിൽ അദ്ദേഹം തുറന്നു. ഞാനന്ന് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാതിൽ തുറന്നത് അദ്ദേഹം എന്നെ കണ്ടത് ഒരു കസേര ചാടി പൊക്കിയെടുത്തു. അദ്ദേഹം വിചാരിച്ചത് ഞാൻ അടുത്ത ഗുസ്തിക്ക് വേണ്ടി വന്നിരിക്കുകയാണെന്നാണ്. അദ്ദേഹം അടുത്ത കസേര പൊക്കിയെടുത്ത് ഇങ്ങനെ കരാട്ടക്കാർ നിൽക്കുന്ന പോലെ അടിക്കാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ അപ്പം അകത്ത് ചെന്നിട്ട് കുറച്ചു നേരം ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അടിക്കാൻ വന്നതല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കാലുകളിലേക്ക് ഒറ്റ വീഴ്ച വീണു. ഞാൻ ആ 2 പാദത്തിലും ചുംബിച്ചു. ഞാൻ പറഞ്ഞു, സഹോദര, എനിക്ക് തെറ്റിപ്പോയി. ഞാൻ ഒരിക്കലും താങ്കളുടെ നേരെ കസേര പൊക്കാൻ പാടില്ലായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു, എനിക്ക് യേശുവിനെ പറ്റി അറിയത്തില്ലായിരുന്നു. ഒരു ഡോക്ടറാണെന്നുള്ള അഹങ്കാരത്തിൽ ഞാൻ ജീവിച്ചു. എന്തോ വലിയവനാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞു. ജോർജ് പനക്കിലച്ചന്റെ മനോഹരമായ ദൈവവചന പ്രഘോഷണം എന്നെ രൂപാന്തരപ്പെടുത്തി. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ആ യേശുവിനെ വേണം, അതുകൊണ്ട് താങ്കൾ എനിക്ക് മാപ്പ് തരണം. ഞാൻ ചുംബിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലയിൽ ചൂടുവെള്ളം പോലെ 2-3 തുള്ളി എന്തോ വന്ന് വീഴുന്നത് ഞാൻ അറിഞ്ഞു. ഇതെന്താണെന്നറിഞ്ഞ ഞാൻ നോക്കുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി 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 എൻ്റെ ശിരസിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റു. ഞങ്ങൾ 2 പേരും കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. അതിനുശേഷം സംഭവിച്ചത്, ആ മനുഷ്യനോട് പറഞ്ഞു, ഡോക്ടർ ജോൺ, നമുക്ക് മറ്റേ ഡോക്ടറിന്റെ മുറിയിലേക്ക് പോകാം, എനിക്കിന്ന് അദ്ദേഹവുമായിട്ട് രമ്യതപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ 2 പേരും കൂടി അദ്ദേഹത്തിന്റെ മുറി ചെന്നു. അവൻ ഇത് കണ്ട പാകവല്ലാതായി. പക്ഷെ അഡ്മിനിസ്ട്രേറ്റർ ആ ഡോക്ടറിനെ കയറി കെട്ടിപ്പിടിച്ചു. അതൊരു ഹിന്ദു ഡോക്ടറായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ വലിയ സ്നേഹം അലതല്ലി. ഞങ്ങൾ 3 പേരും കുറെ നേരം കരഞ്ഞു. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് അഗ്നി ഇറക്കണമെങ്കിൽ തകർന്നു കിടക്കുന്ന ബലിപീഠങ്ങൾ നിങ്ങൾ നേരെയാക്കിയേ പറ്റത്തുള്ളൂ. തകർന്നു കിടക്കുന്ന ബലിപീഠം നേരെയാക്കണം. ഈശോ പറഞ്ഞു, ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുവിൻ. നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് ബലി സ്വീകരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മളെയൊക്കെ വേദനിപ്പിച്ചവർ, നമ്മളെ ദുരുപയോഗിച്ചവർ, നമ്മുടെ മാനം കെടുത്തിയവർ, നമ്മുടെ സൽപ്പേര് കളങ്കപ്പെടുത്തിയവർ, പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചോ ചോദിക്കാൻ ചെന്നപ്പോൾ തെറി വിളിച്ചവർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ കർത്താവിന്റെ വചനം അനുസരിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളെയും മാനിക്കും. വചനം ഇങ്ങനെ പറയുന്നു, എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും. ദൈവമേ, ഇതൊന്നും അടിവരയിടണം കേട്ടോ. എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും. ദൈവം സ്നേഹിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് എല്ലാവരോടും സ്നേഹ, പക്ഷെ ബഹുമാനം ഉണ്ടല്ലോ. ഒരു മനുഷ്യനെ ദൈവം ബഹുമാനിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കാണേണ്ട കാര്യം തന്നെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും. ഞാൻ നിങ്ങളോടൊരു സംഭവം പങ്കുവയ്ക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒളിമ്പിക്സ് നടക്കുകയാണ്, ഒളിമ്പിക്സ് മത്സരം. അതിൽ പങ്കെടുക്കാൻ യൂറോപ്പിൽ നിന്നും എറിക് ലിൻഡൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഓടാനായിട്ട് വന്നു. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ 100 മീറ്ററിൽ ഓടുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ ഓടി ഓടി ഫൈനൽ റൗണ്ടിലെത്തി. പക്ഷേ സംഘാടകർ ഞായറാഴ്ച ദിവസം കൊണ്ടുപോയി ഓട്ടത്തിന്റെ ഫൈനൽ വെച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പോകണം, നിങ്ങളുടെ ഓട്ടത്തിന് വരാൻ എന്നെ കൊണ്ട് കിട്ടത്തില്ല. അദ്ദേഹം 100 മീറ്ററിലെ ചാമ്പ്യനാണ്. അദ്ദേഹം ഓടാൻ തയ്യാറായില്ല. അദ്ദേഹം പള്ളിയിൽ പോയി കർത്താവിനെ ആരാധിച്ചു. ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരായി. അദ്ദേഹം നടന്നു പോകുമ്പോൾ സ്റ്റേഡിയത്തിലുള്ള മനുഷ്യർ അദ്ദേഹത്തെ പേടിത്തൊണ്ടൻ പേടിത്തൊണ്ടൻ ഇങ്ങനെ വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. എടാ, നീ റഷ്യക്കാരനെ പേടിച്ചിട്ടല്ലേടാ ഓടാത്തത്. അദ്ദേഹം അതൊന്നും കാര്യമാക്കിയില്ല. ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരായി. അദ്ദേഹത്തിന്റെ രാജ്യം പോലും. എറിക് ലിൻഡൽ ഞായറാഴ്ചത്തെ ആരാധന, ദൈവാരാധന ഒന്ന് മുടക്കി ഓടിക്കൂടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാധ്യമല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാജ്യത്തിന് 400 മീറ്ററിൽ ഓടാൻ ആരുമില്ലല്ലോ. 400 മീറ്റർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഈ 100 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെടി പോകുന്ന പോലെ ചുറന്ന് ഓടും. 400 മീറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം ഇച്ചിരി പതുക്കെ ഓടും, പിന്നെ സ്പീഡ് കൂട്ടും, പിന്നെ സ്പീഡ് കൂട്ടും. 4ാമത്തെ റൗണ്ടിലാണ് കുതിര ഓടുന്നത് പോലെ ഓടുന്നത്. ഇയാൾക്ക് അതൊന്നും അറിയത്തില്ല. ഇയാൾ ജീവിതത്തിലോട്ട് ഓടിയിട്ടുമില്ല. അത് ഇയാൾക്ക് 100 മീറ്റർ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ രാജ്യം പറഞ്ഞു, ഓക്കെ, നമുക്ക് ആരുമില്ല ഓടാൻ, താൻ ഓടിക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ 400 മീറ്ററിന്റെ ഓട്ടത്തിൽ കയറി നിൽക്കുകയാണ്. എങ്ങനെയൊക്കെയോ തട്ടിയും തടഞ്ഞും ഫൈനൽ റൗണ്ടിലെത്തി. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി, 6 പേർ ഓടാൻ നിൽക്കുന്നു, 6ാം സ്ഥാനത്താണ് വരുന്നത്. അതുപോലെ തട്ടി മുട്ടി അവിടെ എത്തിയത്. അപ്പൊ ആളുകൾ 30,000 പേര് സ്റ്റേഡിയത്തിൽ നിറഞ്ഞിരുന്ന് കൂക്കി വിളിക്കുകയാണ്. മറ്റേ 100 മീറ്ററിന് ഓടാത്തത് കൊണ്ട് സ്വർണം കിട്ടേണ്ട ആളല്ലേ. എറിക് ലിൻഡൽ, എറിക് ലിൻഡൽ. ഈ കൂക്കി വിളിയുടെ ഇടയ്ക്ക് ഇയാൾ ലജ്ജിതനായി നിൽക്കുമ്പോൾ അദ്ദേഹം ദൈവത്തെ ഒന്നുകൂടെ ആരാധിച്ചു. ദൈവമേ, ഞാൻ തോറ്റുപോകുമെന്ന് എനിക്കറിയാം. ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുക, തോറ്റുപോകുമ്പോൾ ഞാൻ കരയരുത്.
പ്രൈസ് ദി ലോർഡ്. തോറ്റു പോകുമ്പോൾ ഞാൻ കരയരുത്, ജയിക്കാൻ ഞാൻ ചോദിക്കുന്നില്ല. തോറ്റു പോകുമ്പോൾ ഈ കൂക്കുവിളിയുടെ ഇടയ്ക്ക് ഞാൻ കരയാതിരിക്കാൻ എനിക്ക് കൃപ തരണം. പക്ഷെ അദ്ദേഹത്തിന്റെ ഇടത്തെ കാതുകളിൽ ഒരു കാറ്റടിക്കുന്നത് പോലൊരു അനുഭവം ഉണ്ടായി. പരിശുദ്ധാത്മാവ് ചെവികളിൽ ഒരു മൃദുല സ്വരം മുഴങ്ങി, എറിക് ലിൻഡൽ, എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും, എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും. വെടിയൊച്ച മുഴങ്ങി, ഓട്ടം തുടങ്ങി. 100 മീറ്റർ ഓടാനേ അദ്ദേഹത്തിന് അറിയാവുള്ളൂ. അദ്ദേഹം ആദ്യം തന്നെ വേഗത കൂട്ടി. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം പുറകിലായി. ബാക്കി 5 പേരും അദ്ദേഹത്തെ പിന്നിലാക്കി ഓടാൻ തുടങ്ങി. അദ്ദേഹം ഏറ്റവും പുറകിൽ ഓടുകയാണ്. കാണികളെല്ലാം അദ്ദേഹത്തെ കൂക്കി വിളിക്കുന്നു. അവസാനത്തെ റൗണ്ട്, 4ാമത്തെ റൗണ്ടിലേക്ക് വരികയാണ്. 4ാമത്തെ റൗണ്ടിൽ അദ്ദേഹം ഏറ്റവും പുറകിൽ ഓടുമ്പോൾ ഒരു സ്വരം കൂടെ കേട്ടു, എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും. പിന്നീട് സംഭവിച്ചത് ലോക ചരിത്രത്തിൽ ഒളിമ്പിക്സിലെ അത്ഭുതമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എറിക് ലിൻഡലിന്റെ മേൽ, ഓടിക്കൊണ്ടിരുന്ന എറിക് ലിൻഡലിന്റെ മേൽ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ മസിലുകളും അസ്ഥികളും ഞരമ്പുകളും ഒരു കുതിരയെ പോലെ ശക്തി പ്രാപിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായില്ല തനിക്ക് എന്താ പറ്റുന്നത്. അദ്ദേഹം ഒരു കുതിരയെ പോലെ ഓടാൻ തുടങ്ങി. 5ാമത് ഓടിക്കൊണ്ടിരുന്നവൻ പുറകിലായി, 4ാമത് ഓടിക്കൊണ്ടിരുന്നവനും പുറകിലായി, 3ാമത് ഓടിക്കൊണ്ടിരുന്നവൻ പുറകിലായി, 2ാമത് ഓടിക്കൊണ്ടിരുന്നവനും പുറകിലായി. ഏറ്റവും മുമ്പിൽ ഗോൾഡ് മെഡൽ മേടിക്കാൻ ഒരുത്തനോടുന്നുണ്ട്, അവനും പുറകിലായി. എല്ലാവരെയും പിന്നിലാക്കി റിബൺ മുറിച്ച് അദ്ദേഹം അവിടെ ചെന്ന് കമന്നടിച്ചു വീണു. ആളുകളെല്ലാം സ്റ്റേഡിയത്തിൽ എഴുന്നേറ്റ് നിന്നു. കൂക്കിവിളികൾ കയ്യടിയായി മാറി. പ്രിയപ്പെട്ടവരെ, സ്വർണ്ണ മെഡൽ അദ്ദേഹം ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹം ട്രോഫി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇനി ഓടുന്നില്ല, എന്നെ കൊണ്ട് ഇനി ഓടാൻ പറ്റുകയില്ല. കാരണം ഇന്ന് ഓടിയത് ഞാനല്ല, പരിശുദ്ധാത്മാവാണ് ഇന്ന് ഓടിയത്. എൻ്റെ കാലുകളിലൂടെ, എൻ്റെ ഞരമ്പുകളിലൂടെ ഇന്ന് ഓടിയത് ഞാനല്ല, ഇത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഓടുന്നില്ല. എൻ്റെ ജീവിതം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ മാറ്റിവെക്കുന്നു. തൻ്റെ മരണം വരെ ലോകം മുഴുവൻ പോയി എറിക് ലിൻഡൽ സുവിശേഷം പ്രസംഗിച്ചു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ബഹുമാനിക്കുന്നവനെ ഞാനും ബഹുമാനിക്കും. ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ദൈവത്തിന് വേണ്ടി എടുക്കുന്ന ഓരോ സ്റ്റാൻഡും ദൈവം തന്റെ പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കുന്നുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും നന്നായിട്ടൊന്ന് സഹായിച്ചാൽ മനസ്സ് പറയും, മോൾക്ക് വേണ്ടി ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ മേടില്ലായിരുന്നു 1000 രൂപ, എന്തിനാ അതെടുത്ത് കൊടുത്തത്? മനസ്സ് പറയും വേണ്ടായിരുന്നു. ദൈവം പറയും, നിന്നെ ഞാൻ മാനിക്കും, നിന്നെ ഞാൻ മാനിക്കും, തക്ക സമയത്ത് നിന്നെ ഞാൻ മാനിക്കും. നീ കരയുമ്പോൾ നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ എൻ്റെ കൈകൾ കടന്നു വരും. മോളെ, ഇന്ന് നീ അവന്റെ കണ്ണുനീര് തുടച്ചില്ലേ? നീ വിഷമിക്കുമ്പോൾ എൻ്റെ കരങ്ങൾ കടന്നു വരും. 2, ഏലിയ ഒരു മൃഗത്തെ കൊന്ന് അടുക്കി വിറകിന്റെ പുറത്ത് ഏലിയ ഒരു മൃഗത്തെ കൊന്ന് വെട്ടിക്കീറി വെച്ചു, ഒരു കാളയെ കൊന്നു വെച്ചു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, പുതിയ നിയമത്തിൽ കാളയെ കൊല്ലാനും പശുവിനെ കൊല്ലാനും ആടിനെ കൊല്ലാനും ദൈവം പറയുന്നില്ല. പക്ഷെ വേറൊരു ബലി നടക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. പഴയ നിയമത്തിൽ കാളകളെയും ആടുകളെയുമാണ് കൊന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം പറയുന്നു, നമ്മളുടെ ശരീരങ്ങളെ നമ്മൾ ബലിയായിട്ട് സമർപ്പിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിക്കുന്ന പേര് രാജകീയ പുരോഹിതൻ എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പുരോഹിതൻ ബലിയർപ്പിക്കേണ്ടവനാണ്. 24 മണിക്കൂറും ഒരു ബലി നടക്കണം. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ പറഞ്ഞത് എങ്ങനെയായി ബലി അർപ്പിക്കേണ്ടത്. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചീത്ത പോസ്റ്റർ കാണുകയാണ്. നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് ജഡം പറയുന്നു, നോക്കുക, നിന്റെ ഭാര്യ അടുത്തില്ല, ഭർത്താവ് അടുത്തില്ല, മക്കളടുത്തില്ല, ഒന്ന് നോക്കിക്കേരെ, കുഴപ്പമില്ല. സുന്ദരിയായ ഒരു സ്ത്രീ ഉടുത്തൊരുങ്ങി പോകുമ്പോൾ വിവാഹം കഴിച്ചൊരു പുരുഷനോട് ഉള്ളു പറയാണ്, നോക്കുക, നിന്റെ ഭാര്യ കൂടെ ഇല്ല, നന്നായിട്ട് അവളുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക. ഉടനെ ശ്രദ്ധിക്കണം, രാജകീയ പുരോഹിതനായ ഞാൻ ഒരു ബലി അർപ്പിക്കണം. കർത്താവേ, എന്റെ കണ്ണുകൾ ഒരു ബലിയായി ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞാനൊരു പുരോഹിതനാണ്, രാജകീയ പുരോഹിതഗണം. ഈ സമയം ഞാൻ ബലി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്റെ കണ്ണുകളെ ഞാൻ ഒരു ബലിയായി അർപ്പിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിൽ മറ്റാരും ഇത് കണ്ടില്ല. പക്ഷേ പൗലോസ്ലിഹ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് കാണുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസ ലഭിക്കും. യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികമോ അല്ല, അത് ആന്തരികമാണ്, അത് ഹൃദയത്തിൽ നടക്കുന്നതാണ്. അത് കാണുന്ന ദൈവത്തിൽ നിന്നും അവന് പ്രശംസ ലഭിക്കും. മറ്റാരും ഇത് കണ്ടില്ല, ദൈവം മാത്രം കൈയടിച്ചുകൊണ്ടിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ധ്യാനം കൂടിയിട്ട് അനേകർക്ക് വളരാൻ പറ്റാത്ത എന്താണെന്നറിയാമോ? ചാടും തുള്ളും മറിയും തലകുത്തി മറിയും ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞങ്ങോട്ട് തീരുന്നതോടെ നമ്മൾ പഴയ മനുഷ്യരായി തീരുകയാണ്. കാരണം നമ്മൾ ബലിയർപ്പിക്കാൻ മറന്നുപോയി. നമ്മൾ കൺവെൻഷൻ ഹാളിന്റെ അകത്ത് വേറൊരു സ്വഭാവവും കൺവെൻഷൻ ഹാളിന്റെ പുറത്തേക്ക് 4 മണിക്ക് ഇറങ്ങുന്നതോടെ നമ്മുടെ പഴയ പരിപാടിയെല്ലാം ഇറക്കുകയാണ്. പൗലോസ്ലിഹ മനോഹരമായ ഭാഷയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, യേശുവാണ്. എന്താണ് എൻ്റെ അർത്ഥമെന്നറിയാമോ? പൗലോസ് പറയാണ്, ഞാൻ ക്രൂശിൽ കിടക്കുന്നു. എന്നെ അടിച്ച വ്യക്തിക്ക് തിരിച്ചൊരടി കൊടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റണില്ല. ഞാൻ ക്രൂശിലാണ്. എന്റെ
കൈകൾ ആണിയടിക്കപ്പെട്ടിരിക്കുന്നു. നാഥന്റെ കുരിശിൽ ഞാനും തറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നെ അടിച്ച വ്യക്തി അടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇനി ഒന്നുകൂടെ പൗലോസ് പറയുന്നു, എന്നെ ചീത്ത വിളിച്ച ആളിനെ തിരിച്ച് രണ്ട് പറയണമെന്നുണ്ട്. പക്ഷെ കുരിശിൽ കിടക്കുമ്പോൾ നാവ് അണ്ണാക്കിനോട് ഒട്ടിയിരിക്കുന്നു. എനിക്ക് അവനെ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട, ഇന്ന് നമ്മൾ ഇങ്ങനെ പോയാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങൾ ഇന്ന് രാത്രി ഇന്ന് കുടുംബ പ്രാർത്ഥന നടത്താൻ നിങ്ങൾ ആദ്യത്തെ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ മക്കൾ കരയും. അവർ പറയും, മമ്മിയുടെ പല കുടുംബ പ്രാർത്ഥനയ്ക്കും ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്, പക്ഷേ കരച്ചിലടക്കാൻ പറ്റുന്നില്ല മമ്മി. ഈശോ തൊടുന്ന അനുഭവം വരുന്നു മമ്മി, ഈശോ തൊടുന്ന അനുഭവം പെടുന്നു. പൗലോസ് പറയാണ്, I no longer live but Christ lives in me. ഞാൻ ജീവിക്കുന്നില്ല, കർത്താവ് എന്നിൽ ജീവിക്കുന്നു. എൻ്റെ കണ്ണുകൊണ്ട് പലതും കാണണമെന്നുണ്ട്, പക്ഷെ കുരിശിൽ കിടക്കുന്ന എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറിയിരിക്കുന്നതിനാൽ എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരു ക്രിസ്ത്യാനി ക്രൂശിക്കപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ മഹത്വത്തിന്റെ നിറവ് കൊണ്ട് ദൈവം ആ വ്യക്തിയെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മൃഗങ്ങളെ വെട്ടിക്കീറി ഏലിയ ബലിപീഠത്തിൽ വച്ചു. മൂന്നാമത് ഏലിയ ചെയ്തു, അവൻ പ്രാർത്ഥിച്ചു. അഗ്നി ഇറക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം, അഗ്നി ഇറക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചുമ്മാ ഇരുന്ന പോരാ, നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം, വെറുതെ സമയം കളയരുത്. ഇന്ന് നിങ്ങൾ പിള്ളേരെ കണ്ടിട്ടില്ലേ, മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് കുത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ മക്കള്. 24 മണിക്കൂറും കുത്താണ്, കുത്തുന്നു 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 കുത്തുന്നു. എടാ വന്ന് കാപ്പ് കൂടിയടാ, വരാമേ, കുത്ത് 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 കുത്ത്. എടാ കുളിക്കാൻ പോടാ, കുത്ത് കുത്ത് കുത്ത്. ഒരു കാലം വരാൻ പോവാണ്, മക്കളും മാതാപിതാക്കളും തമ്മിൽ സംസാരിക്കാത്തൊരു കാലം വരാൻ പോവാണ്. ഞാനൊരു പ്രവാചകനല്ല, പക്ഷെ നിങ്ങൾ ഇത് കാണും, ഈ തലമുറയിൽ ഇത് കാണും. നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളോട് സംസാരിക്കാൻ പോലും പറ്റാത്തവണ്ണം 24 മണിക്കൂർ മൊബൈലിന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ അവർ ഇരുന്നിട്ട് ബന്ധങ്ങൾ താറുമാറായി യന്ത്ര മനുഷ്യരെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളാകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നു. ഇതിനെ നമ്മൾ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായേ പറ്റൂ. മക്കളെ പഠിപ്പിക്കാനും ട്യൂഷൻ പറഞ്ഞു വിട്ടാലും മാത്രം പോരാ കേട്ടോ. ഞാൻ ഓർക്കുന്നു, ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലെ സന്തോഷേട്ടൻ പണ്ട് പറഞ്ഞ ഒരു സംഭവം. ഒരു ബെൻസ് കാറിൽ ഒരു മനുഷ്യൻ, വലിയ പണക്കാരനാണ്, അയാൾ ഇങ്ങോട്ട് വന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ദാ 250 രൂപ അടച്ചിട്ടുണ്ട്, ഇവനെ ഒന്ന് നന്നാക്കിത്താ. എന്നിട്ട് ഈ മനുഷ്യൻ അങ്ങോട്ട് പോകുകയാണ്. അപ്പൊ സന്തോഷേട്ടൻ അയാളോട് ചോദിച്ചു, ചേട്ടാ അപ്പുറത്ത് വലിയവരുടെ ധ്യാനം അപ്പുറത്തെ ഹോളിലുണ്ട്, ചേട്ടൻ അതും കൂടെ കൂടിക്കോ, എന്നിട്ട് ശനിയാഴ്ച നമുക്ക് ഒരുമിച്ച് പോകാം. താൻ എന്നെ നന്നാക്കാനൊന്നും പറയണ്ട, അവനെ നന്നാക്കി തന്നച്ചാൽ മതി. ഞങ്ങളെ നന്നാക്കാൻ നടക്കുന്നു, ഒരു ചവിട്ട് താഴെ. എന്നിട്ട് അയാൾ ചവിട്ടി കുലുക്കി ബെൻസ് കാർ സ്റ്റാർട്ട് ചെയ്ത് പോയി. അപ്പൻ പോയി കഴിഞ്ഞപ്പോൾ സന്തോഷേട്ടൻ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ എന്താ നിന്റെ പപ്പ ഇങ്ങനെ പറയാൻ കാരണം? അപ്പൊ അവൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അങ്കളെ, പപ്പ എല്ലാ ദിവസവും മദ്യപിച്ചിട്ട് വന്ന് മമ്മിയെ ബെൽറ്റ് കൊണ്ട് അടിക്കും. ഇത് നാളുകളായിട്ട് തുടങ്ങി, പാന്റിന്റെ ബെൽറ്റ് ഊരി അടിക്കും. ഞാനിത് കുഞ്ഞിലെ തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 10ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് എൻ്റെ കൂട്ടുകാർ പറഞ്ഞടാ, അയാൾ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നീ ഒരു ദിവസം വെള്ളം അടിച്ചുകൊണ്ട് നിന്നിട്ട് 2 എണ്ണം കൊടുക്കാൻ പറഞ്ഞു. കൂട്ടുകാരെല്ലാം കൂടെ പിരിവിട്ടു, ഇവനെ വെള്ളം അടിപ്പിച്ചു. അപ്പൻ അന്ന് വൈകിട്ട് ഒരു 6 മണിക്ക് വെള്ളം അടിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ ഗേറ്റ് തുറന്ന് പുറകെ മകൻ 4 കാലിലോട്ട് കയറി വരികയാണ്. അപ്പൻ കഥാപ്രസംഗം ആരംഭിച്ചു. ബെൽറ്റ് ഊരി അമ്മയ്ക്കിട്ട് അടിക്കാൻ ഇവൻ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഇനി അടിച്ചാൽ കൊന്നുകളയും ഞാനെന്ന് പറഞ്ഞു. അപ്പൻ കിടുങ്ങിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തൻ്റെ മകൻ തൻ്റെ നേരെ പിടിക്കുന്നത്. അന്ന് രാത്രിയിൽ ആ മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ മകനെ ധ്യാനം കൂടാൻ വിടാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പന്മാരെ, അമ്മമാരെ, കേൾക്കണം ഞാൻ ഈ പറയുന്നത്. അന്ന് രാത്രി അയാൾ പറയാണ്, ഞാൻ എൻ്റെ മകനെ ധ്യാനം കൂടാൻ വിടാം. അവനെ പിടിച്ചോണ്ട് വന്നിരിക്കുക നന്നാക്കാൻ. എന്നിട്ട് ചേട്ടൻ ധ്യാനം കൂടും. അതെ, നമുക്കെല്ലാം നമ്മുടെ മക്കൾ നന്നായാൽ മതി. മക്കൾ കമ്പ്യൂട്ടർ കാണരുത്, മക്കൾ ഫോൺ വിളിക്കരുത്, നമുക്കിതെല്ലാം ആകാം. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് TV കാണാം, മക്കൾ ഇരുന്ന് പഠിച്ചോണം, എല്ലാം അവർ ചെയ്തോണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കാളയെ വെട്ടി നുറുക്കി വയ്ക്കുകയും തകർന്നു കിടക്കുന്ന ബലിപീഠങ്ങൾ മാറ്റുകയും പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകുകയും ചെയ്യുമ്പോൾ 4ാമത്തെ ഘട്ടത്തിൽ അവൻ വെള്ളമെടുത്തൊഴിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഇസ്രായേലിൽ 3.5 വർഷമായിട്ട് മഴ പെയ്തിട്ടില്ല. അവസാനമുണ്ടായിരുന്ന വെള്ളം കൂടി എടുത്ത ബലിപീഠത്തിലേക്ക് കമത്തി. ചേച്ചിമാർക്കറിയാം, ഇപ്പൊ ഗ്യാസാണ്, പക്ഷെ പണ്ട് വിറക് നമ്മൾ കത്തിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, നനഞ്ഞ വിറക് നമ്മൾ ആരെങ്കിലും എടുത്ത് അടുപ്പത്ത് വെക്കുമോ നമുക്കറിയാം കത്തത്തില്ല. ഏലിയ അതിന്റെ പുറത്ത് വെള്ളമെടുത്ത് കമത്തി. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ഏലിയ ജനത്തിന് മുമ്പിൽ കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജനത്തിന് ഈ വിറക് കത്തിക്കാൻ ഞാൻ വെള്ളമൊഴിച്ചാൽ പോലും സാധിക്കും. വെള്ളമെടുത്ത് കുതിർത്തിയതിനു ശേഷം അദ്ദേഹം കൈപൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ അഗ്നി ഇറക്കണമേ. അഗ്നി ഇറങ്ങി, തീ ഇറങ്ങി. ജനമെല്ലാം വാവിട്ട് നിലവിളിച്ചു, യഹോവയാണ് ദൈവം, യഹോവയാണ് ദൈവം, യഹോവയാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരു കുടുംബനാഥനാണ്, ഞാൻ വചനപ്രഘോഷകൻ മാത്രമല്ല. നിങ്ങൾക്കറിയാമോ, ശാലോം TV-യിൽ എൻ്റെ മോള് എൻ്റെ പ്രസംഗം കേൾക്കുന്നു, അവളുടെ കൂട്ടുകാരൻ്റെ പ്രസംഗം കേൾക്കുന്നു.
അവളുടെ ടീച്ചേഴ്സ് എൻ്റെ പ്രസംഗം കേൾക്കുന്നു, അവർക്കൊക്കെ അതുകൊണ്ട് അവളോട് വലിയ സ്നേഹമാണ്. പക്ഷെ നിങ്ങൾ ഓർക്കണം, അവൾ വീട്ടിൽ വന്നാൽ അവൾ 24 മണിക്കൂറും എന്നെ ബൈനോക്കുലർ വെച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശാലോം TV-യിൽ പ്രസംഗിക്കുന്ന പപ്പ, ആയിരങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന പപ്പ, താമസിച്ചുള്ള ധ്യാനം നടത്തുന്ന പപ്പ എങ്ങനെയാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത്, അതവൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരബദ്ധം പറ്റി അവളൊരു വിളിക്കും, പപ്പാ. ഇത്രയേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി, എൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവൾക്ക് പിടികിട്ടി. ചേർന്ന് പറ ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ കാര്യം പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ മകളുടെ മുമ്പിലാണ് ജീവിക്കേണ്ടത്. ടെലിവിഷൻ പ്രസംഗിക്കാൻ എളുപ്പമാണ് കേട്ടോ. ദൈവം നമ്മൾ ഈ കാലഘട്ടത്തിൽ വിളിക്കുകയാണ് അഗ്നി ഇറക്കുന്നവരായി തീരാൻ, തകർന്നു കിടക്കുന്ന ബലിപീഠങ്ങളെ നേരെയാക്കാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞ് പെട്ടെന്ന് നിർത്തിയേക്കാം. ജോൺ പോൾ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ തീരാത്തൊരു വേദനയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, സൗത്ത് അമേരിക്കയിൽ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, ബിഷപ്പ് റൊമാരിയോ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം തെരുവിലിറങ്ങി സിന്ദാബാദ് വിളിച്ചു. കൊടി വെച്ചിട്ട് അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി വിപ്ലവ ജാഥ നയിച്ചു. എന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്ക് നല്ല കാര്യമാണ്. പക്ഷെ മാർപ്പാപ്പ ഇതറിഞ്ഞു, ജോൺ പോൾ മാർപ്പാപ്പ ഇതറിഞ്ഞു. മാർപ്പാപ്പ റൊമാരിയോ ബിഷപ്പിനോട് പറഞ്ഞു, പെട്ടെന്ന് റോമിലേക്ക് കയറി വരാൻ പറഞ്ഞു, പ്ലെയിൻ കയറി വരാൻ പറഞ്ഞു. റോമിലേക്ക് കയറി വന്നു. റോമിലേക്ക് കയറി വന്നപ്പോൾ വളരെ സ്നേഹത്തിൽ തന്നെ അപ്പൻ മകനെ തിരുത്തുന്നത് പോലെ ഒരു ബിഷപ്പിനെ തിരുത്താനുള്ള അധികാരം വെച്ച് ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹത്തെ തിരുത്തി. മേലാ തെരുവിലിറങ്ങി ഇംഗ്ലാബ് വിളിക്കരുതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇനി ചെയ്യത്തില്ല പിതാവ് എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പോയതിന്റെ പിറ്റേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് അദ്ദേഹം തന്റെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് ഇതെന്റെ രക്തമാകുന്നു, വാങ്ങി കുടിക്കുവനെന്ന് പറയുന്നതും തീവ്രവാദികൾ അദ്ദേഹത്തെ വെടിവെച്ചു. അദ്ദേഹം വെടിയേറ്റ് കാസ കമിഴ്ന്നു വീണു. അദ്ദേഹത്തിന്റെ രക്തവും കാസായിലെ രക്തവും തമ്മിൽ ബലിപീഠത്തിൽ കൂട്ടിക്കലർന്നു. അദ്ദേഹം കമിഴ്ന്നടിച്ച് പിടഞ്ഞ് ബലി പൂർത്തിയാക്കാനാവാതെ അവിടെ വീണ് മരിച്ചു. ബിഷപ്പ് റൊമാരിയോയെ പറ്റി ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞത് ഇതാണ്, റൊമാരിയോ, നിന്നെ ഒന്ന് തിരുത്തിയതിനു ശേഷം പിന്നീട് നിന്നെ ഒന്ന് കാണാനോ കെട്ടിപ്പിടിക്കാനോ ഒരു ചുംബനം നൽകാനോ എനിക്ക് സാധിച്ചില്ലല്ലോ. നീ പിറ്റേ ദിവസം തന്നെ യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം വിളിക്കുകയാണ് അഗ്നി ഇറക്കുവാൻ, എല്ലാ ബലിപീഠങ്ങളും നേരെയാക്കുവാൻ. ഈ ശാലോം കൺവെൻഷൻ കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടെ. എൻ്റെ ബ്രസ്റ്റിൻ്റെ സൈഡിലൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതിപ്പോൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ മുഴ കാണാനില്ല. പിന്നെ തന്നെയല്ല, എനിക്ക് കാലിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. കാല് രണ്ടും ഭയങ്കര കുത്തിക്കഴപ്പും വേദനയും. അപ്പോൾ ആ വേദനയും മാറി, നീരും മാറി കിട്ടി. ദൈവത്തിൻ്റെ സ്തുതി, ദൈവത്തിന് നന്ദി. Spirit of God, we worship you.